എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയാങ്ങിനെയാണ്. ജിയാങ്ങിന് ഭയങ്കരമായ വർക്ക് ലോഡ് ഇപ്പോൾ യുവാൻ ഓഫീസിൽ ഇല്ലാത്ത ആ ഒരു തക്കത്തിന് അവളുടെ ടീം ലീഡറായ മിസ്റ്റർ ക്വിൻ കൊടുത്തിരിക്കുകയാണ്. അവളാകട്ടെ ലേറ്റ് നൈറ്റ് അത് വർക്ക് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോഴേക്കും അയാൾ അവളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവരുടെ കുറച്ച് ക്ലയൻസുമായി ഒരു ഡിന്നർ അറ്റൻഡ് ചെയ്യാനായി അയാൾ കമ്പനിയുടെ ബിഹാഫിൽ പോകുന്നുണ്ട്. ജിയാങ്ങും കൂടെ വാ, അവൾക്ക് ഈ ഒരു ജോലി ചെയ്തതിനൊരു അപ്രീസിയേഷൻ ആണത് എന്ന രീതിക്ക് അയാൾ വിളിക്കുമ്പോൾ അവൾ അത് വിശ്വസിച്ച് കൂടെ പോകാനായി സമ്മതിക്കുന്നു. ഈ ഒരു സംസാരം അവിടെ ജിയാങ്ങിന്റെ ഒരു കൊളീഗ് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കൊളീഗിനെ ആക്ച്വലി യുവാൻ ഇവിടെ നടക്കുന്ന ജിയാങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ക്വിന്നിന്റെ കൂടെ ജിയാങ് ഒരു ഡിന്നർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന കാര്യം ആ സ്റ്റാഫ് യുവാനെ വിളിച്ചറിയിക്കുമ്പോൾ യുവാൻ അതിൽ നല്ല പന്തികേട് തോന്നുന്നുണ്ട്. കാരണം ഇയാൾ ജിയാങ്ങിനെ ചുമ്മാ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന കണക്ക് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും പ്രശ്നവും ആ ഒരു ഡിന്നറിന്റെ ഇടയിൽ എന്തായാലും ഡ്രിങ്ക്സ് അടിക്കാനൊക്കെ അവളെ നിർബന്ധിക്കും. അത് ആകെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു. അപ്പോഴേക്കും അവൻ പ്രതീക്ഷ കണക്ക് തന്നെ ആ ഒരു ഡിന്നറിന്റെ ഇടയിൽ ജിയാങ്ങിനെ ഡ്രിങ്ക്സ് അടിക്കാനായി ഭയങ്കരമായി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച് അവൾക്ക് ഈ ഡ്രിങ്ക്സ് അലർജി ആയതുകൊണ്ടും കൂടി ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെയുള്ള ബിസിനസ് ഡിന്നർ ഒക്കെ അറ്റൻഡ് ചെയ്യാനായി പോകുമ്പോൾ ക്ലയൻസ് എന്ത് വിചാരിക്കും എന്ന രീതിക്ക് അവർ ഓഫർ ചെയ്യുന്ന ഡ്രിങ്ക്സ് വേണ്ടാന്ന് വെക്കാനായി പറ്റാതെ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പല സ്റ്റാഫ്സും എത്താറുണ്ട്. അതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ജിയാങ് ഉള്ളത്. ഇത് ടീം ജിയാങ്ങിനെ അന്ന് വിളിച്ചു നോക്കുന്ന ഡൂലെ ജിയാങ്ങിന്റെ പോലെ ഒരു ഡിന്നറിന് പോയിരിക്കാണ്, അവിടെ ഡ്രിങ്ക്സ് അടിച്ച് കുറച്ച് പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും സംഗതി കൂടുതൽ വഷളാകുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് യുവാൻ എത്തുന്നുണ്ട്. അവിടെ ജിയാങ്ങിനെ കൂട്ടിക്കൊണ്ടുവന്ന അവന്റെ തന്നെ സ്റ്റാഫായ ആ ടീം ലീഡറിനെ കണക്കിന് ശകാരിച്ച് ജിയാങ്ങിനെ അവിടെ നിന്ന് യുവാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ ഒരു സംഭവം നടന്ന ശേഷമാണ് ഡൂലെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഡൂലെ ജിയാങ്ങിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നത് യുവാനായിരുന്നു. ജിയാങ് എന്തിയെ, അവൾക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നല്ല ഡൂലെ തിരക്കുമ്പോൾ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായി ഞാനുണ്ട്, വെച്ചിട്ട് പോടാന്നും പറഞ്ഞ് യുവാൻ ആകെ കലിപ്പിലാണ്. അവിടെ നിന്ന് ജിയാങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയം ഒന്ന് വണ്ടി നിർത്തി അവളെ ഒന്ന് ഉപദേശിക്കാനായി യുവാൻ നോക്കുന്നുണ്ട്. നീ എന്തീ കാണിക്കുന്നത്, ഞാനൊന്ന് മാറി നിന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒപ്പിച്ച് വെച്ചേക്കുന്നത്, നീ എന്തിനാ വേറൊരാള് അയാളുടെ പണി കൂടി നിനക്ക് തന്ന് ഓവർ ടീം വർക്ക് എടുപ്പിക്കാൻ നോക്കുമ്പോൾ അതിനൊക്കെ നിന്നു കൊടുക്കുന്നത്, ഇപ്പൊ തന്നെ ഡ്രിങ്ക്സ് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകേണ്ടതല്ലായിരുന്നു, എന്തീ കാണിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവൾ അതൊന്നും കേട്ട് മനസ്സിലാക്കാനുള്ള ബോധത്തിലായിരുന്നില്ല. അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ ഒരു വിധമാണ് അവിടെ നിന്ന് സേഫ് ആയി അവൾ അപ്പാർട്ട്മെന്റിലേക്ക് യുവാൻ എത്തിക്കുന്നത്. അടുത്ത ദിവസമാട്ടെ ആ ഡ്രിങ്ക്സിന്റെ കിക്കൊക്കെ മാറിക്കഴിഞ്ഞ് ജിയാങ് സൂലിയോട് നടന്ന കാര്യങ്ങൾ സംസാരിക്കാണ്. ഇതൊക്കെ കേൾക്കുന്ന സൂലി, നീ പറയുന്ന അത്രയും പ്രശ്നക്കാരനല്ല യുവാനെന്ന് എനിക്ക് തോന്നുന്നത്, എന്ത് തന്നെ ആയാലും അവൻ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നെ കറക്റ്റ് ആയി എത്തിച്ചില്ലേ, ഇവിടെ നിനക്ക് വേണ്ട രീതിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തില്ലേ, ഹോസ്പിറ്റലിൽ അന്ന് നിന്നെ എത്തിച്ചപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് പോലും നിനക്ക് ഏത് മരുന്നാ വേണ്ടത്, എത്ര ഡോസ് എന്നൊക്കെ കറക്റ്റ് ആയി പറഞ്ഞു കൊടുത്തിരുന്നു എന്നാ കേട്ടത്. ഞാൻ നോക്കിയിട്ട് നിന്നെ ആള് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ടെന്നൊക്കെ ഭയങ്കരമായി സൂലി യുവാനെ പൊക്കി പറയുന്നത് കേൾക്കുന്ന ജിയാങ്, നീ ഇതിനു മുന്നേ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. നീ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ അതിലെ വില്ലൻ കഥാപാത്രത്തിന് പറ്റിയ സ്വഭാവമാണ് യുവാന്റേതെന്നല്ലേ നീ പറഞ്ഞിരുന്നത്, എന്നിട്ട് നീ ഇപ്പൊ പ്ലേറ്റ് മാറ്റുന്നോന്നല്ല സൂലി ചോദിക്കുന്നു. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നുണ്ട്. ആക്ച്വലി അവൾ മരത്തിൽ നിന്ന് ചാടിയിട്ട് അവൻ പിടിക്കാതെ അവൾ വീണ് കൈയൊക്കെ പൊട്ടിയെന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ. അവൾ വീഴുന്ന സമയത്ത് അവൻ പിടിക്കാൻ നോക്കിയിരുന്നെങ്കിലും അവന്റെ കൺട്രോളിൽ അത് നിന്നിരുന്നില്ല. അതാണ് സംഭവം. അവൾ താഴെ വീണ് എണ്ണിക്ക് മുന്നേ അവനും താഴെ വീണെടുത്ത് നിന്ന് എണ്ണിട്ട് നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇവൻ വീണതൊന്നും ശ്രദ്ധിച്ചതുമില്ല. അവളുടെ ആ ഒരു വേദനയിലും വീഴ്ചയിലും ആയിരുന്നു അവളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. അന്ന് അവന്റെ കൈയും ഒക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുറമെ കാണിക്കാതെയാണ് അവൻ നീ ഇങ്ങനെ കണ്ണടിച്ച് എല്ലാവരെയും വിശ്വസിച്ച് എങ്ങനെയാണെന്നൊക്കെ അവളുടെ മുന്നിൽ ഡയലോഗ് അടിച്ചത്. അങ്ങനെ അടുത്ത ദിവസം ഡൂലെ കാണാനായി ലിൻഡ എത്തുന്നുണ്ട്. നീ കമ്പനിയിൽ നിന്ന് പോയത് എന്തായാലും ശരിയായിട്ടില്ല, എത്രയോ ക്ലയൻസ് നിന്നെ തിരക്കുന്നുണ്ടെന്ന് അറിയാവുന്നല്ല. ലിൻഡ പറയുമ്പോൾ ഞാനുള്ളപ്പോ ഏറ്റെടുത്ത പ്രോജക്ട്സ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, അതിനുശേഷം പുതുതായി ഒന്നും ഏറ്റെടുക്കാനേ എന്നെ കിട്ടില്ല, ഞാൻ ഇനി അങ്ങോട്ടില്ല എന്നല്ല ഡൂലെ പറയുമ്പോൾ നീ അങ്ങനെ പറയരുത്, ഞാൻ ഇനി നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു പെരുമാറ്റവും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല, നീ തിരിച്ചു വരണം, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഡൂലെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഓഫീസിലേക്ക് എത്തുന്ന ജിയാങ്ങിന് വീണ്ടും പണി കൊടുക്കാനായി ആ ടീം ലീഡർ നോക്കുന്നുണ്ടായിരുന്നു. യുവാൻ വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അവളെ ഇട്ട് പണിയെടുപ്പിച്ചതല്ല, ആ രീതിക്ക് വീണ്ടും പണിയെടുപ്പിക്കാന്ന് കരുതി അയാൾ നോക്കുമ്പോൾ അവളാകട്ടെ എന്തായാലും നിങ്ങളുടെ പണി ഇനി ഞാൻ ചെയ്യില്ല, അത് തന്നെ ചെയ്താൽ മതി, എന്തായാലും ശമ്പളം വാങ്ങുന്നതല്ലേ, അതിനകത്ത് പണിയെടുക്കാനായി പറഞ്ഞ് അവൾ നേരെ പോകുന്നത് അവളോട് സംസാരിക്കാനായി കാത്തിരുന്ന യുവാനെ കാണാനായിട്ടാണ്. അവൾ കരുതുന്നത് പോലെ അവളെ ഉപദ്രവിക്കാനല്ലെങ്കിലും അപ്പാർട്ട്മെന്റിലേക്ക് കുറച്ച് ഉടായിപ്പൊക്കെ ചെയ്ത് അവളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു തെറ്റ് തന്നെയാണല്ലോ. അപ്പൊ അതിന് സോറി ചോദിക്കാന്ന് കരുതിയാണ് അവനിപ്പോ അവളെ കാത്തു നിൽക്കുന്നത്. തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടല്ലെങ്കിൽ പോലും ചെയ്ത കാര്യങ്ങളിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ സോറി പറയുന്നു എന്ന് അവൻ പറയുമ്പോൾ സാരയില്ല, എന്തായാലും ബുദ്ധിമുട്ടുണ്ടായി എന്നത് സത്യമാണ്, പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ നോക്കിയത്, അതുകൊണ്ട് സാരയില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അന്ന് ജോലി കഴിഞ്ഞു ഡൂലെ വിളിച്ചത് പ്രകാരം ഡൂലെ കാണാനായി ജിയാങ് പോകുന്നുണ്ടായിരുന്നു. വീണ്ടും അവർ പെർഫ്യൂം ഷോപ്പിൽ പോയി പെർഫ്യൂം ഒക്കെ വാങ്ങി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന ടീം യുവാനും ജിയാങ്ങും തമ്മിൽ ശരിക്കും എന്താണ് ബന്ധം, ഇവരൊരു ജസ്റ്റ് എംപ്ലോയി ബോസ് എന്നത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്ന ഡൂലെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ പണ്ടുതൊട്ടേ അറിയാവുന്നവരാ, കുട്ടിക്കാലം മുതലേ ഒന്നിച്ചുണ്ടായിരുന്നവരാന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ അത്ര നല്ല ഫ്രണ്ട്സ് ഒന്നും അല്ല, കീരിയും പാമ്പും ആണെന്ന് അവൾ
പറയുമ്പോൾ അവൻ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് യുവാനെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെന്റും ഒക്കെ ഡൂലയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവനെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ കീരിയും പാമ്പോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യുവാൻ ജിയാങ്ങിന് സംതിങ് സ്പെഷ്യൽ ആണെന്ന് തന്നെ അത് കാണുമ്പോൾ ഡൂലയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ യുവാൻ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ അവിടെ ചുവാൻ ഉണ്ടായിരുന്നല്ലോ. അവനാകട്ടെ യുവാന്റെ വെൽത്തിനെ ത്രെഡ്മില്ലിലിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാ ത്രെഡ്മില്ലിൽ ഇട്ട് ഓടിക്കുന്നതെന്ന് കാണുമ്പോൾ ദേഷ്യം വരുന്ന യുവാൻ ചുവാനോട് നീ ആദ്യം നിന്റെ വെയിറ്റ് ഉറക്കി, എന്നിട്ട് എന്റെ വെൽത്തിനെ സ്ലിം ആക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവനെ ത്രെഡ്മില്ലിൽ ഇട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. യുവാനോടുള്ള കലിപ്പിന് അവനാണ് അപ്പാർട്ട്മെന്റ് അവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതെന്ന് മനസ്സിലാക്കി അവൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിരുന്നു. സൂലി താമസിക്കുന്നിടത്ത്. അങ്ങനെ അവൾ താമസിക്കായിരുന്നെങ്കിലും സൂലിയും മറ്റൊരു പെൺകുട്ടിയും കൂടിയാണ് ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ജിയാങ്ങിന് അത്രയ്ക്ക് സെറ്റ് ആവുന്നൊന്നുമില്ല. ആ പെൺകുട്ടി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവൾ ഡയറ്റ് എടുക്കുമ്പോൾ കൂടെ താമസിക്കുന്ന ആരും അവളുടെ മുമ്പിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. അവൾ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ കൂടെ ഉള്ളവരാരും ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ജിയാങ്ങിന് അത് ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ യുവാന്റെ അപ്പാർട്ട്മെന്റ് സത്യത്തിൽ ജിയാങ്ങിന് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അവൾക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു അവിടുത്തെ സ്റ്റേ. എന്തുകൊണ്ട് ഇപ്പോൾ യുവാനുമായിട്ട് ആ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞ് പരിഹരിച്ചെങ്കിലും പെട്ടെന്ന് തിരിച്ചവിടെ സ്റ്റേ ചെയ്യാൻ വരട്ടെ എന്ന് ചോദിക്കാൻ അവൾക്ക് ഒരു മടി. അവൻ ഇങ്ങോട്ട് ചോദിക്കുന്ന അവൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തെങ്കിലും ചോദിക്കാതാകുമ്പോൾ അവനോട് അങ്ങോട്ട് ചെന്ന് അത് ചോദിക്കാന്ന് കരുതി അവൾ ഒരു ഡിന്നറിന് അവനെ വിളിക്കുന്നുണ്ട്. പതിയെ അവളെ അപ്പാർട്ട്മെന്റിന്റെ കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് പിടികിട്ടുന്ന അവൻ പക്ഷെ അങ്ങനെ അങ്ങ് നൈസായിട്ട് ഇച്ചിരി ജാടയൊക്കെ ഇട്ടാണ് സംസാരിക്കുന്നത്. അവന്റെ അസിസ്റ്റന്റിന് വേഗം എന്നെ വിളിക്കുന്ന മെസ്സേജ് അയച്ച ശേഷം അസിസ്റ്റന്റ് വിളിക്കുമ്പോൾ അപ്പാർട്ട്മെന്റ് മറ്റൊരാൾക്ക് റെന്റിന് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ആ ഒരു ക്ലയന്റ് ആണ് വിളിക്കുന്നതെന്ന രീതിക്ക് അവൻ അവിടെ ജാടയിൽ സംസാരിക്കുന്നു. ആണോ, നിങ്ങൾ നാളെ എന്നാ വന്ന് കണ്ടു, വേണേ നാളെ തന്നെ താമസം ആരംഭിച്ചോന്നൊക്കെ അവൻ ഇങ്ങനെ ഫോണിൽ ഉറക്കെ പറയുമ്പോൾ അത് വേണ്ട, ഞാൻ തന്നെ വീണ്ടും അവിടെ താമസിച്ചോളാന്ന് അവൾ ഒടുക്കം സഹി ഇട്ട് പറയുന്നു. എന്താ പറഞ്ഞേ, കേട്ടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നുണ്ട്. ഓ അങ്ങനെയോ, ശരി വന്നോ, പക്ഷെ എപ്പോ വരുമെന്ന് അവൻ ചോദിക്കുമ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാന്ന് അവൾ പറയുമ്പോൾ 2 ദിവസം ഒന്നും പറ്റില്ല, ഇന്ന് തന്നെ താമസിക്കാൻ വന്നോ, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് നാളെ തന്നെ വാടകയ്ക്ക് കൊടുക്കുന്നല്ല അവൻ പറയുന്ന ടീം. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവൾ തിരിച്ച് അവന്റെ കയ്യെത്തും ദൂരത്ത് എത്താൻ പോവല്ലേ. അങ്ങനെ പിന്നീട് ജിയാങ്ങും യുവാനും ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സൂലി ഒരു ആവശ്യത്തിന് ജിയാങ്ങിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ ടീം ബാക്ക്ഗ്രൗണ്ടില് യുവാൻ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ജിയാങ് ആകെ ചമ്മാണ്. കാരണം ജൂലിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ ദിവസം താമസം മാറുന്ന ടീം തനിക്ക് ഓഫീസിന്റെ അടുത്ത് വേറൊരു താമസ സ്ഥലം സെറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞാണ് ജിയാങ് മാറിയത്. വീണ്ടും യുവാന്റെ അതേ അപ്പാർട്ട്മെന്റിൽ പോവാണ് എന്ന കാര്യം സൂലിയോട് പറയാൻ ഒരു മടിക്ക് അവളൊരു ചെറിയ കള്ളം പറഞ്ഞു. അതിപ്പോ സൂലി കൈയോടെ പിടികൂടിയല്ലോ. നീ വേഗം ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിന്റെ അങ്ങോട്ടേക്ക് ഈ കാര്യം അറിയുന്ന സൂലി ജിയാങ്ങിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചുവാനും സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ ആ ഒരു ആപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഇത്തരം ഒരു വർക്കിന്റെ പുറകിനായിരുന്നു താൻ എന്നത് യുവാനോട് ചുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം സെറ്റ് ആയ ശേഷം സർപ്രൈസ് ആയി അത് യുവാനെ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി യുവാനോട് വേഗം തന്നെ സൂപ്പർ മാർക്കറ്റിലാണ് താനുള്ളത്, അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞ് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ചുവാൻ. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് അങ്ങനെ ഇപ്പൊ പുറപ്പെടുകയാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ വെച്ച് ജിയാങ്ങിനെ കാണുന്ന സൂലി അവൾ എന്തിനാണ് തന്നോട് കള്ളം പറഞ്ഞെന്നും പറഞ്ഞ് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ത് ഈ കാണിക്കുന്നതെന്ന് മട്ടില് യുവാനും ചുവാനും നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഇവർ 4 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്റെ ഡേറ്റിംഗ് ആപ്പിന്റെ കാര്യം ചുവാൻ അവിടെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന യുവാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് അവൈലബിൾ ആണ്, എന്നിട്ട് നിന്റെ ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് തിരക്കുമ്പോൾ സാധാരണ ഡേറ്റിംഗ് ആപ്പിൽ 100% മാച്ച് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങൾക്ക് 100% മാച്ച് ആവുന്ന നിങ്ങളുടെ മാച്ചിനെ കണ്ടെത്താനായി നിങ്ങൾക്ക് സാധിക്കും. അതിലൂടെ മറ്റു ആപ്പിനേക്കാളും ഏറ്റവും എളുപ്പമെന്ന് ഏറ്റവും പെർഫെക്റ്റ് മാച്ചിനെ ഇതിലൂടെ കണ്ടെത്താം. പിന്നെ ഇതിന് വേറെയും കുറെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ചുവാൻ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജിയാങ് ഇത് കൊള്ളാലോ എന്ന ഒരു രീതിക്ക് കേട്ടിരിക്കുകയാണ്. ചുവാൻ ആകട്ടെ യുവാനോട് അവന്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായി കുറച്ച് ഫണ്ട് വേണം, അതുകൊണ്ട് അവരുടെ കമ്പനിയിൽ ചുവാന്റെ ഈ ആപ്പിനെ പറ്റി എന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാണ്. യുവാൻ വിചാരിച്ച ഈസിയായി ഈ ആപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും കമ്പനി വഴി ചെയ്തെടുക്കാനായി സാധിക്കും. ഒരു ആപ്പ് ഡെവലപ്പറായ ചുവാൻ അത് വലിയൊരു ഹെൽപ്പും ആയിരിക്കും. ആ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ വേഗം സഹായിക്കുന്ന മട്ടില് ഇത് കേട്ട് വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്ന ജിയാങ് യുവാനെ തന്നെ നോക്കുകയാണ്. അല്ലെങ്കിൽ ചുമ്മാ അങ്ങ് നിന്റെ കാര്യം പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, കസിനാന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങനെ കണ്ടും പൊട്ടി ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെയും ജിയാങ്ങിനെയും സൂലിയെയും കൂട്ടി ഒരു ബാറിലേക്ക് യുവാൻ പോകുന്നുണ്ട്. എന്താ ഇവിടെ എന്ന് മനസ്സിലാവാതെ അവർ ഇരിക്കുമ്പോഴേക്കും ഇവിടെ കുറെ കപ്പിൾസ് ഉണ്ട്, നിനക്ക് ഇതിൽ ആരൊക്കെയാ കപ്പിൾ എന്നൊക്കെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയയും ചുവാനില്ല. അത് കേൾക്കുന്ന യുവാൻ കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാളുടെ ഡേറ്റിംഗ് ലൈഫിനെയും മറ്റും നമുക്ക് അളക്കാൻ സാധിക്കില്ല. അതായത് കുറെ ചോദ്യങ്ങളിലൂടെ അളന്നെടുത്ത് കണ്ടുപിടിക്കേണ്ടതല്ല പ്രണയം എന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ശരിയാവില്ല എന്നെല്ലാം യുവാൻ പറയുമ്പോൾ അവന് ഭയങ്കര സങ്കടാവുന്നുണ്ട്. അവൻ അങ്ങനെ പുറത്തു പോയിരിക്കുന്നു. ഈ ടീം ജൂലി ആകട്ടെ അടുത്ത് പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. എന്റെ കുറച്ച് സേവിങ്സ് ഉണ്ട്, ഇതിൽ വലിയ തുകയൊന്നുമില്ല, എന്നാലും ചെറിയൊരു തുകയുണ്ട്, അത് നിന്റെ ഈ ഒരു ആപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റിന്
പേയ്മെന്റിന് വേണ്ടി എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ അവൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സമാധാനിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ നോക്കുന്നതിന്റെ പേരിൽ അവൻ അവളോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും താങ്ക്സ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും യുവാനോട് ജിയാങ് ദേഷ്യപ്പെടുകയാണ്, എന്തിനാ അവനോട് ഇത്രയും ഹാർഷ് ആയിട്ട് പെരുമാറിയത് എന്ന് ചോദിച്ച്. കാര്യങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരായിരുന്നു എന്ന് തിരക്കുമ്പോൾ ഞാൻ അവന് കാര്യങ്ങൾ മര്യാദയ്ക്ക് തന്നെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയത്. അവൻ ആക്ച്വലി പ്രണയത്തെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവൻ എങ്ങനെ ഒരു ലവ് ആപ്പ് ഡെവലപ്പ് ചെയ്യാനാണെന്നല്ല യുവാൻ പറയുമ്പോൾ, ഓ അപ്പൊ നിനക്ക് പ്രണയത്തെ പറ്റി കുറെ അങ്ങ് അറിയാവുന്ന കണക്കാണല്ലോ എന്ന് ജിയാങ്ങിന് ദേഷ്യം വരുമ്പോൾ, നിനക്ക് കുറെ അറിയാവുന്ന കണക്കാണല്ലോ നീ തർക്കിക്കുന്നത് കേട്ടാലെന്ന് അവനും തിരിച്ചു ചോദിക്കുന്നു. എനിക്കൊരു മുൻ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, പക്ഷെ എനിക്കിപ്പോ ഒരു വൺ സൈഡ് ലവ് ഉണ്ട് എന്നിങ്ങനെ യുവാൻ പറയുമ്പോൾ, എങ്കിൽ ആ പെൺകുട്ടിയോട് പ്രണയത്തെ പറ്റി എല്ലാം അറിയാന്ന് ഇയാളെന്താ പോയി ഇഷ്ടം തുറന്ന് പറയാത്തേന്ന് ജിയാങ് കളിയാക്കുമ്പോൾ, ഇനി അത് കേട്ടാ അവൾ എന്നോട് ഇപ്പൊ മിണ്ടുന്നതും കൂടി മിണ്ടാണ്ടായാലോ അതുകൊണ്ടാണെന്ന് യുവാൻ പറയുമ്പോൾ, ആരത് എന്താതെന്നൊന്നും ജിയാങ് ചോദിക്കാൻ നിൽക്കുന്നില്ല. അവൾ അത് കേട്ടപാടെ പെട്ടെന്ന് മഴ വരുന്ന കണക്കുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്തായാലും പിന്നീട് സൂലി ജിയാങ്ങിന്റെ സുഹൃത്തായ മിസ്റ്റർ ഡൂലയോട് ചുവാനെ ഈ ഒരു ആപ്പിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യം ജിയാങ് പറയുമ്പോൾ ഡൂലെ ആ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്ത് അതിൽ ഇനി എന്തൊക്കെ തിരുത്തൊക്കെ വരുത്തണം, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഒന്ന് നോക്കാനേ കയറുന്നു. ഇതേ ടീം ചുവാനോട് എടുത്തടിച്ച് സഹായിക്കാൻ പറ്റില്ല, ഇത് നല്ലൊരു ആപ്പ് അല്ല എന്ന രീതിക്ക് യുവാൻ പറഞ്ഞെങ്കിലും അവനും അതിനകത്ത് കയറി എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരു ഭാഗത്ത് ഡൂലയും ഒരു ഭാഗത്ത് യുവാനും ഒരേ കാര്യങ്ങളാണ് ഇപ്പൊ ചിന്തിക്കുന്നത് ഒരു ആപ്പ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇതേ ടീം ജിയാങ്ങിന് ആപ്പിനെ പറ്റി കേട്ടപ്പോഴേ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രണയം എന്ന രീതിക്കൊന്നും ഉണ്ടായിട്ടുമില്ല. ഉള്ളതൊരു വൺ സൈഡ് ലവ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ അത് എങ്ങും എത്തിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അതൊന്ന് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ക്വസ്റ്റനെയറിനെല്ലാം ആൻസർ ചെയ്ത് ആരാണ് എന്റെ പെർഫെക്റ്റ് മാച്ച് എന്ന് 3 പേര് നോക്കാണ്. ഡൂലയ്ക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ട് ആരെയും കിട്ടിയില്ല. പക്ഷെ ഇവിടെ യുവാന്റെയും ജിയാങ്ങിന്റെയും പ്രൊഫൈല് മാച്ച് ആവുന്നുണ്ട്. അവരുടെ ആ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ സെയിം ആയി അവരങ്ങനെ മാച്ച് ആവുമ്പോൾ തുടർന്ന് അവർക്ക് ചാറ്റ് ചെയ്യാനേ സാധിക്കുന്നു. പക്ഷെ ഇവിടെ രണ്ടുപേരും അവരുടെ റിയൽ നെയിം വെച്ചായിരുന്നില്ല ലോഗിൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം അവർക്ക് മനസ്സിലാവുന്നുമില്ല ഇന്ന ആളോടാണ് ഞാൻ ചാറ്റ് ചെയ്യുന്നതെന്ന്. എന്തായാലും അവർക്ക് കുറെ നേരം ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ പറ്റി അവർ പരസ്പരം ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചുവാനും ഡൂലയും കണ്ട് സംസാരിക്കുന്നതാണ്. ആ ഒരു ആപ്പിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാനായിട്ടാണ് ഡൂലെ വിളിച്ചത്. അങ്ങനെ സംസാരിക്കുന്ന ടീം ചുവാനിന് ഇതുവരെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഡൂലെ, ശരി എന്റെ കൂടെ വാ, ഒരു ചെറിയ മത്സരം, അതിൽ നീ ജയിച്ചാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഡൂലെ പറയുമ്പോൾ ചുവാൻ കണ്ണും പൂട്ടി സമ്മതിക്കുന്നുണ്ട്. ചുവാനെ പക്ഷെ ഡൂലെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവന് ഒരു പിടുത്തവും ഇല്ലാത്ത ബോക്സിംഗ് റിംഗിലേക്കായിരുന്നു. ബോക്സിംഗ് ചെയ്യാനൊന്നും ചുവാൻ അറിയേയില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിൽ തോറ്റു പോകുന്നുണ്ട്. എനിക്ക് ഒരു പിടുത്തവും ഇല്ലാത്ത ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന അതെങ്ങനെ ശരിയാവുന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ, അതേ കണക്കാ നിന്റെ ആപ്പും, അതിലൊരു കാര്യം മിസ്സിംഗ് ഉണ്ട്, അത് റെഡിയാക്കിയാല് ബാക്കി കാര്യങ്ങളെ സെറ്റ് ചെയ്യാമെന്നെല്ലാം ഡൂലെ പറയുമ്പോൾ, എന്താണ് അതിൽ മിസ്സായിട്ടുള്ള ഒരു കാര്യമെന്ന് ചുവാൻ ഒരു പിടുത്തമില്ല. ആക്ച്വലി ഇതേ കണക്ക് തന്നെയാണ് ചുവാനും ആ ആപ്പിലെ ഒരു കുറവ് ചുവാനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയത്. പക്ഷെ രണ്ടുപേരും പറഞ്ഞു കൊടുത്ത രീതി വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. എന്തായാലും അതെന്താണെന്ന് ചിന്തിച്ച് ചുവാൻ സൂലിയുടെ അടുത്ത് പോയി ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, 100% മാച്ച് ആവുന്ന ആളുകളെ മാത്രമേ പിന്നീട് അങ്ങോട്ട് ചാറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരം ഈ ഒരു ആപ്പിലുള്ളൂ. പക്ഷെ അതല്ല വേണ്ടത്. ചെറിയൊരു മാച്ച് മാത്രമേ ഉള്ളെങ്കിൽ പോലും അവർക്കും കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കാനും തുടർന്ന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനും ഒരു സ്പേസും കൂടി ആപ്പിൽ വേണമെന്ന് മനസ്സിലാക്കുന്നവൻ ആ കാര്യത്തെ പറ്റി ഡൂലയോട് പറയുമ്പോൾ ഡൂലെ അതിനെ 100% ശരിവെക്കുന്നുണ്ട്. അങ്ങനെ ഡൂലെ ഇൻവെസ്റ്റ് ചെയ്യാനായി തീരുമാനിച്ച ആ ഒരു കാര്യം അറിയിക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. ഈ ഒരു കാര്യം വേഗം വളരെ സന്തോഷത്തില് സൂലിയെ അറിയിക്കുമ്പോൾ സൂലി ഇതില് ഇത്രയും സഹായിച്ചത് ജിയാങ് ആണ് ഡൂലയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു കോണ്ടാക്ട് ആക്കി തന്നെന്നെല്ലാം പറയുമ്പോൾ ഒരു ട്രീറ്റ് ചുവാൻ അന്ന് വെക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം ഇവർക്ക് വേണ്ടി. ആ കാര്യം ജിയാങ്ങിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ജിയാങ് ഓഫീസിലുള്ളപ്പോൾ ഇന്ന് തനിക്ക് ചില തിരക്കുണ്ടെന്നും അതുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വെൽത്തിനെ ഒന്ന് വാക്കിങ്ങിന് കൊണ്ടുപോകണമെന്നും ജിയാങ്ങിനോട് യുവാൻ വന്ന് പറയുന്ന ടീം, നിന്റെ അപ്പാർട്ട്മെന്റിന്റെ പാസ്വേഡ് എന്താണെന്ന് അവൾ തിരക്കുമ്പോൾ 0905 എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് അന്ന് എന്നെ ഇന്റർവ്യൂവില് റിജക്ട് ചെയ്ത് പറഞ്ഞു വിട്ട ഡേറ്റ് അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം വെച്ചല്ല ആ ഡേറ്റ് ഇട്ടത്, മറിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ വീണ്ടും കണ്ട ദിവസമായിരുന്നു അന്ന്, അതുകൊണ്ട് ഇട്ടതാണെന്ന് അവൻ പറയുമ്പോൾ അവൾ ഏത് രീതിക്കാണ് ആ ദിവസത്തെ ചിന്തിച്ചത്, പക്ഷെ അവൻ നേരെ ഓപ്പോസിറ്റായി മറ്റൊരു രീതിക്കാണ് ആ ദിവസത്തെ പറ്റി ചിന്തിച്ചിരിക്കുന്നത് അല്ലേ. പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.